വാട്സപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നൊരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഗെയിമിൻ്റെ പേരാണ് ഗോഡ് സിമുലേറ്റർ. അതും ഗോഡ് വലിയതാണോ എനിക്കറിയില്ല. നമ്മൾ എൻ്റെ ഒരു മൂന്നാമത്തെ വീഡിയോ ആണിത്. മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഗോട്ടിനെ കുറിച്ചാണ് കാണിക്കുന്നത്. എന്താ അറിയില്ല, ഗോട്ടിന് എന്താ പറ്റിയെന്ന് വരും. അതുകൊണ്ട് ഞാൻ ഈ ഗോട്ടിൻ്റെ ഒരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ലോഡിങ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇതൊക്കെ വച്ചിരിക്കുന്ന സ്ഥലം. ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ട്രോഫീസ് കിട്ടി. 20 ട്രോഫീസാണ് കളക്ട് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ കളിക്കാനറിയാം. അന്നൊക്കെ ഞാനിത് കളിച്ചിട്ടുണ്ട്. ഇതെന്ത് കോട്ട ഗായ്സ്, ഇത് എന്ത് പുതാവിലാണ് ഞാൻ എത്തിയത്. അവിടെ ഞാൻ വെറുതെ ഇരുന്ന് ക്ലിക്ക് ചെയ്തേ ഇതും ഉണ്ടായിരുന്നതാ. നോർമൽ കോട്ടാവട്ടെ. ഇതിൻ്റെ മണ്ടയ്ക്കകത്ത് എന്താ പോയി നോക്കട്ടെ. അതായത് ആദ്യം ഇവിടെ നിന്ന് ഫസ്റ്റ് നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഒരിറ്റ് എന്താ ഞാൻ അവിടെ ജമ്പിങ് കംപ്ലീറ്റ്. സോറി, ഇതെന്താണ് വേറൊരു ഗോട്ട് ഇടിച്ചുറപ്പിക്കാൻ പറ്റും. സ്ലോ മോഷനായി നമുക്ക് ഈ ഗോട്ട് തറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അത് പക്ഷെ എനിക്കറിയാത്തവർ ഇതെന്താണെന്ന് എനിക്കറിയാത്ത. നമുക്ക് ഇങ്ങനെ പോയി ഇവിടെ കാശ് ഒന്നുമേ ഇല്ല. എന്നൊന്നും അവിടെ ഇങ്ങനെ മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ടോൾ കോട്ട് വെച്ചോക്കാം. എന്താണ് പറ്റിയത്? ഇവിടെ നിന്നാണ് നമ്മൾ വന്ന് ആർക്കറിയാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അവിടെ ക്യാഷല്ല, ഇവിടെ ഇരിക്കണമെന്ന് അറിയോ എനിക്ക് തോന്നുന്നു. എന്താണ് പറ്റിയപ്പോ? ഞാൻ കത്തിപ്പോവാ. ഗോഡ് ഫോർ ദ ഗോഡ് ക്യൂണോ ചുവപ്പ് കളറ്. ഇതൊരു പോ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചേട്ടാ, ഇത് കോമഡി ആണല്ലോടാ. നോക്ക്, ഇവിടെ ആണെങ്കിലുണ്ടല്ലോ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോയി എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. എന്താ ഇതാണ് ഒന്നേ ഇതെന്ത് അങ്ങോട്ട് തോന്നി. ഇവിടെ കാറ് പോകും കേട്ടോ. കാർ ആക്സിഡൻറ്റ്. എനിക്ക് തോന്നുന്നു ഇത് നാക്കും കൊണ്ട് പിടിക്കണം എന്നായിരിക്കും. ചേട്ടാ ഇവനെന്നെ തറപ്പച്ച. ഇത് പിന്നെ ചെയ്യാൻ കഴിച്ചു നമുക്ക്. ആദ്യം ഇവിടെ നിന്ന് മഞ്ഞ കളർ ആരോ കാണിച്ചിട്ടുണ്ട്. എന്തൊരു സാധനം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാൻ. ട്രെയിൻ ഗോ ഹിയർ ഐ ഫൗണ്ട് ഇഫ് there is something with some jump off the base. ഇത് എന്തോന്നാണ് നമ്മുടെ മാരേജ് ഗെയിമിലൊക്കെ ഉള്ള സാധനമാണ് എനിക്ക് തോന്നുന്നത്. മാരേജ് ഗെയിമിലുണ്ടല്ലോ ഒരു സാധനം ഉണ്ടല്ലേ, ഇങ്ങനെ മേലിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു ഡ്രാഗൺ പോലത്തെ സാധനം. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് തിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് ഇതിങ്ങനെ നോക്കുന്നത്. പോയി നോക്കണം ചേട്ടാ. എനിക്കറിയില്ല ഇതിങ്ങനെ നിൽക്കണോ. ഞാൻ ഇവിടെ
യോ എടാ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേ പോലും. എന്താണ് ചെയ്യണ്ടേ? ഇതെന്താ ചെയ്യാൻ? അത് നമ്മൾ ഇടിക്കാനകത്ത് താഴെ വീഴില്ലേ? ഇത് വല്ലതുമാണ് ചെയ്യണ്ടേ? ഓ മാൻ എടാ ബുദ്ധി പ്രയോഗിക്കണം. അപ്പം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തോണ്ടല്ലോ ബാക്കിലൂടെ തന്നെ പോവും. എങ്ങോട്ടാണ് പോകുന്നത്? അമ്മേ ട്രെയിൻ എന്തോ പൊട്ടിയ മച്ചാനെ. ഞാനെവിടെയാ? ഇപ്പം എന്താണ് സംഭവിച്ചത്? എന്ത് സാധനം? എടാ എവിടെന്താ എനിക്ക് സാധനം കൊണ്ട്? അടുത്ത ട്രോഫി 20 ട്രോഫി എന്നല്ല ഞാൻ പറഞ്ഞു. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് 20 ട്രോഫിയാണ് കളക്ട് ആക്കേണ്ടത്. ഈ സാധനം എന്തോന്നാ? എന്താണിത്? ട്രാമ്പലൈനാ? എടാ ഞാൻ ട്രാമ്പലൈനിലടാ. ട്രാമ്പലൈൻ്റെ ചെയ്യണല്ലോടെ ഇത്. എടാ ഇവനെ എടുത്തോണ്ട് നോക്കണ്ടല്ലോ. ഒന്നും ആ ട്രാമ്പലൈൻ്റെ അടുത്ത് കൊണ്ടുപോയി ചാടിപ്പിക്കാം നാക്കും കൊണ്ട്. സത്യത്തിൽ നമ്മുടെ നാക്കിനെന്താ പറ്റിയ? കസ് ഇത്ര മതി കസ്. ചേട്ടാ ഈ സാധനം അവിടെ പോയി. എടാ ഷെടാ ഗോട്ടിനെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? എടാ ഈ സാധനത്താണ് ഇങ്ങോട്ട് വരാത്ത. അതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു കാര്യം പറയാം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എൻ്റെ 3ാമത്തെ വീഡിയോ ആണിത് ഞാൻ തുടങ്ങിയത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു കുറച്ച് ഒട്ടും വളർത്ത സാധനങ്ങളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ത് കസ് ഇതിനകത്തിട്ടുണ്ടോ ഇന്ന്? ഇത് നോക്ക്, ജന്മത്തെ പോലും ഞാൻ കാണാതെ കാണിക്കും. എങ്ങനെയാണ് ഇത് ഇതിൻ്റെ അത് കാണിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണോ? ഇങ്ങോട്ട് പോകണ്ട, നമ്മൾ അരിഞ്ഞു. അവിടെയാണ് ട്രോഫി. ഇങ്ങോട്ട് വെക്ക്. അടിപൊളി. റെസ്റ്റ് ഇൻ പീസ്. I don't know, move it. എടാ എന്താണത്? എന്ത് എടാ ഗോഡ്, നമ്മുടെ ആട് സീനാട്ടോ. അടുത്ത ട്രോഫി 3ാമത്തെ ട്രോഫിയാണ്. എടാ നമ്മുടെ പീരങ്കിയൊക്കെ ഇടാൻ നേരത്തുള്ള സാധനം. എന്ത് യോ മാൻ, ഞാൻ ഏത് ഭൂതോട്ടാണ് പോകുന്നത്? അമ്മേ എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് നേരെ പോകണമെന്നായിരിക്കും. അങ്ങോട്ട് നേരെ പോകണതാ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നോക്ക്, അങ്ങോട്ട് പോയത് വരെ വർക്കാവുമല്ല. എന്താണെന്നൊക്കെറിയില്ല. അത് പൊട്ടിച്ച് അതിൻ്റെ ഈ സാധനം പൊട്ടിയിട്ടില്ല. നോക്കാലോ. എന്താ ബ്രൗൺ കളറ്? എനിക്കതറിയില്ല എന്താ ചെയ്യേണ്ടത്. എടാ അടുത്ത ട്രോഫി ഫൈറ്റാ? എന്താടാ? ഓ ഫൈറ്റ് ഹാർഡ് ഫൈറ്റ്. നാക്ക് കൊടുത്ത് അവനെ വലിക്കാൻ പറ്റുമല്ലോ. എന്ന് വെച്ചാൽ പൂ വിളിക്കാനടുത്തൊരു ആട് വരില്ലടാ. അപ്പം നമ്മളതിനെ ട്രാമ്പലൈൻ വെച്ച് നമ്മൾ ചെയ്തായിരുന്നില്ലടാ. എടാ ഈ കൊണ്ട വീണ്ടും ഇതെന്താണ്? ഞാൻ ഇതിനെ പൊരിച്ചിട്ടുള്ള കാര്യം. ഇതിനെങ്ങനെ പൊരിക്കുന്നേ? മാൻ
I am so brilliant. Yo, Papa. Yo, man. ഒറ്റ പിടിക്ക് ഞാൻ ഉണ്ടല്ലോ നാക്കും പിടിച്ചോണ്ട് പോയാടാ. അത്രേ ഉള്ളൂ. റൗണ്ട് 4. അമ്മച്ചി ചേട്ടാ അപ്പുറത്തെ പറമ്പിലോട്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ടാണ്. എപ്പടി റൗണ്ട് 4 ടച്ച് കൂട്ടും. എന്ത് എടാ എൻ്റെ കിരീടമൊക്കെ ആദ്യം ഞാൻ ക്യൂണായപ്പോൾ തന്നെ ഈ കിരീടം, ഇപ്പം ഈ കിരീടം. ഓ പൗലിക്ക് ഒരാടെ ഇരിക്കട്ടെ. അവിടെ ഒരു വെളിച്ചങ്ങൾ. ഇതെന്ത് അടുത്തത് അടുത്ത ട്രോഫി എന്താണ് ഇപ്പം ഇന്നലെ പറ്റിയ? ഓ ഇത് മറ്റേത് ഒരു തട്ടുപണിയുണ്ടല്ലോ. അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയുണ്ടല്ലോ. എന്തൊക്കെ നടക്കും. ആ ചേട്ടാ കൂണോ ഡാ ഇവിടെ അടുത്ത സാധനടാ. ഇതൊന്ന് ബ്ലാക്ക് ഹോള് ഇല്ല. അതിൻ്റെ അകത്തുനിന്ന് വായ എവിടെയാണ് ഞാൻ ഇതൊന്ന് അവിടെ കാറുണ്ടല്ലോ, നീല കാറ് പടച്ചിട്ട് പോകുന്നൊരു ഒട്ടും കൊള്ളാത്തൊരു കാറ്. എന്ത് പാർട്ടി വിത്തൗട്ട് യു ഇതെന്താണ് ഞാൻ വീണ നിൽക്കുക. ഇങ്ങോട്ട് അവിടെ പാറ കാണുന്നുണ്ട് ഇതിനകത്ത്. അടുത്ത ട്രോഫി 8 ട്രോഫി ഇടാ. എന്ത് തള്ളിയിടോ കടനെ തള്ളിയിട്ട് ഇനിയല്ല ചമ്മന്തി അവിടെ എല്ലാവരും ലൈക്ക് ദിസ് പോലെ ചമ്മന്തി ആവുന്നതിന് പകരം പോയി ഇതിങ്ങനെ ഉള്ള. ഓ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് പേരുണ്ട് കേട്ടോ. അത് റോക്കറ്റാ. ഇവിടെ നിന്നാണ് എൻ്റെ പോയി ട്രാമ്പിലൈനും ഇല്ലാണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ ചാടിയ. ട്രാമ്പിലൈൻ എന്ന് പറയുമ്പോഴത്തേന് തന്നെ ഇവിടെ ഇങ്ങനെ ഇത് വന്നിരുന്ന കോഡ് സിമുലേറ്റർ നേരത്തെ കണ്ടതൊന്നുമില്ല. കണ്ടപ്പോഴത്തേനൊരു നോർമൽ ഗെയിമാണെന്ന് ഞാൻ തോന്നിയപ്പോഴുണ്ടല്ലോ ഞാൻ എടുത്ത കേട്ടോ. ഫണിയാണെന്നെങ്കിൽ തോന്നുന്നത്. ഇത് വിങ്സ് ഇതിൻ്റെ അകത്തോട് വിങ് ചെയ്ത് ഇങ്ങനെ പോകണം. എത്ര കൂടാ ഇങ്ങോട്ട് പോയി ഒന്ന് ഇട. ഇത് കണ്ടെയ്നറിൻ്റെ മണ്ടക്കകത്തോട് പോകണം. പോവും ചെണ്ടുകളുടെ അടുത്താണ്. ഇതെന്ത് ഒന്നും I like to move it. എടാ ഇത് ബോംബാണ് ഇതിൻ്റെ അകത്ത്. അല്ല ഈ പെട്രോള് ഡീസലൊക്കെ അതായിട്ടാ അടിക്കുമെന്നോ മോനെ. ഞാനിത് മാറ്റിയതായിരുന്നത്. അപ്പം താഴെ വീണടുത്ത് അതിൻ്റെ അത് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ എന്തൊരു കാറൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓ ഇതെന്തേ എടാ എനിക്കൊന്നും സംഭവിക്കില്ല. ബട്ട് എടാ ഇത് പിച്ചക്കാരാടാ. പിച്ചക്കാര്
ഫാദർ ഓഫ് ഗോട്ടായിട്ട് ഞാൻ ട്രോഫി എടുത്തപ്പോൾ തീനി ഞാൻ ഫാദർ ഓഫ് ഗോഡ് ഒന്നുമല്ലേ. എൻ്റെ ചാനലിൻ്റെ പേര് പ്രോ മാസ്റ്റർ 81 തന്നെയാണ്. പിന്നെയാണ് അവൻ്റെ ഒരു ഫാദർ. ഇവന്മാർ പറയുന്നത് നമ്മളൊന്ന് ചേച്ചി പോകുന്നില്ല. അല്ല ഒരിട്ട് ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്കത്തുണ്ട്. അല്ല അത് ക്രെയിന്. അടുത്ത ട്രോഫി എടാ 11 എടാ അടിക്കാവുന്ന ഓരോ ട്രോഫികളും നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും. എടാ ഒരിക്കലും സ്റ്റക്കായി. എടാ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ആടുകൾക്ക് ഒരിക്കലും കയറാത്തില്ല. കയറാൻ പറ്റുമോ? എടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലല്ലോ ഇന്നത് കയറാൻ പറ്റുമോടാ. അത് കഴുത്തും കൊണ്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യമില്ല. ബട്ട് നമ്മുടെ ഗോട്ട് പാവം കണ്ടില്ലടാ, കഴുത്തിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ട്. പൊട്ടത്തേക്ക് എങ്ങനെ അടുത്ത ഈ ഭാഗത്തോടെ പോകാൻ എന്താണ് എൻ്റെ ഈ ഭാഗത്തിൻ്റെ ബ്രൗൺ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കട്ടോ. ഈ ഭാഗത്തുനിന്നില്ലേ പറഞ്ഞേ? ഈ ഭാഗത്ത് എന്ത്? ലുക്ക് അറ്റ് ദിസ് ഗൈ. ലുക്ക് അറ്റ് ദിസ് ഗൈ. ഓ അടുത്ത ട്രോഫി തള്ളിടാം. ഓ മോനെ എടാ ഞാൻ പറക്കുന്നടാ. ഞാൻ പറന്നിട്ട് ആകാശത്ത് പോയിട്ട് മോനെ ജസ്റ്റ് മിസ്സായിരുന്നു. മണി എടാ നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് പൈസ കണ്ടുപിടിക്കണമെന്ന് അവസ്ഥ. എടാ ഇതിൻ്റെ മണ്ടക്കത്ത് പോകാൻ പറ്റുമല്ലോ, ഏണിയല്ലേ. അപ്പോൾ ആടിന് ഇപ്പോൾ ഈ ഗെയിമിൽ ഏണിയിലോട്ട് പോകാൻ പറ്റും. നിങ്ങൾ കരുത്തില്ല കേട്ടോ. ആടിന് നിങ്ങൾ കരുതുന്നത് ആടിന് ശരിക്കും ഏണി കയറാൻ പറ്റുമെന്നല്ലേ പറയുന്നത്? അല്ല കേട്ടോ. ആടിന് ഒരു കാര്യം പറയാം ഗൈസ്, ഈ ആടിനെ ഭ്രാന്ത് പിടിച്ച ആടിനെ കൊണ്ട് ഒരാളുണ്ടല്ലോ, എന്താ പറയട്ടെ, ഒരാൾ പറഞ്ഞ് ഇതൊരു ഭ്രാന്ത് പിടിച്ച ആടാണ്, അതുകൊണ്ട് ഇതും കൊണ്ടൊരു ഭ്രാന്ത് പിടിച്ചൊരു ആടിൻ്റെ ഒരു ഗെയിം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ ഗെയിം ഉണ്ടാക്കി. ബട്ട് ഈ ഭ്രാന്ത് പിടിച്ച ആളാണെങ്കിൽ എല്ലാവരും കൺട്രോൾ ചെയ്യാൻ എവിടെ എല്ലായിടത്തും ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്നിരിക്കുക. ഇവിടെ എന്താടി? ഓ വഴക്ക്. എന്താടി ഒന്നും പറ്റിയില്ലേ താഴെ വീണപ്പോൾ? എൻ്റെ മണ്ടയ്ക്കത് കയറണം നമുക്ക് എടാ ഇവിടെ വേറൊരുത്തി ഇവിടെ അവിടെ ഇരുന്നവരാണോ ഇവിടെ ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്നുണ്ട്. ഓ രണ്ടെണ്ണം ബ്രേക്കപ്പായി കിടക്കുമോ? ഇത് വയ്യേ നിനക്ക് പെണ്ണെ വയ്യേ? ഓ ട്രാംബുലൈൻ. ആദ്യമായിട്ട് ട്രാംബുലൈൻ വന്ന് യോ ഇന്ന് ചാടി അങ്ങോട്ട് എത്തുമോ? എടാ ഇവിടെ ഒരാടാ എൻ്റെ ഒന്ന് എന്താ എൻ്റെ ഇവിടെ ഈ ടവറിൻ്റെ എൻ്റെ അതിൻ്റെ മേളിൽ ഹൈലൈറ്റു. നിങ്ങൾ സാധനങ്ങളുണ്ടോ? ഹൈലൈറ്റ് മൂവിറ്റ് നമ്മളിൻ്റെ മണ്ടയ്ക്കകത്ത് കയറണമെന്നല്ലേ പറഞ്ഞേ? ഫാൻ്റെ അകത്ത് അത് പറഞ്ഞിട്ടില്ല, പറഞ്ഞായിപ്പോൾ. യോ മാൻ അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ ഇവിടെ വരെ എനിക്ക് എത്തണോടാ. കയറിയില്ലെങ്കിൽ കയറാൻ പറ്റിയ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. യോ ഫൈനലി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പറഞ്ഞ പോലെ ഒന്നും നടക്കില്ലെന്ന് എനിക്ക് തോന്നാം. എടാ ഇതെനിക്ക് പറ്റുമെന്ന് അറിയില്ലടാ. അതായത് കളിച്ചിട്ടുണ്ട് കുറച്ച്, ബട്ട് ഞാൻ ഇന്ന് ഒരു രൂപ എന്ന് പറയാനില്ല, ഒരു ലിറ്ററലി രൂപ.
ലിറ്ററലി പ്രൊലൂബ്. എടാ ഇവൻ ഇതൊരു മരിച്ചിട്ടില്ലേ താഴെ വീടപ്പോൾ? ഗ്ലിച്ചായിരിക്കും, ഗ്ലിച്ച്. പെട്രോൾ പമ്പ്, സ്കൂൾ ബസ്. ഓക്കെ, എടാ തലകൊണ്ട് ആര് നിങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ ഇതിൻ്റെ ട്രിക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ വീണ്ടും ഇത് കളിക്കാം. യോ എടാ ഇവൻ താഴെ വീഴുന്നില്ല. ഓ എടാ ഇവിടെ എടാ ഇതെന്ത് എൻ്റെ മണ്ടയ്ക്കകത്തോട് മൂവ് ചെയ്തോണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്നോട്ട്. എന്താണ് എടാ അപ്പം ഇതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ കയറിയപ്പോഴത്തേനുണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ഈ സാധനത്തിലൂടെ നമുക്ക് കയറാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്യണം. എന്താ പറയട്ടെ, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ സാധനം അവിടെ ചൂണ്ടി കാണിച്ചിരിക്കുന്ന സാധനം എനിക്ക് വലിയ ഹാർഡ് നിങ്ങൾക്കറിയില്ലേ. അത് ഞാൻ ചെയ്തിട്ടൊക്കെ ഇല്ല. ഞാൻ കുറച്ച് ഗെയിം എന്തൊരു ചാനലിലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്താ പറയട്ടെ, പാരാഗ്ലൈഡ് നമ്മളിതാ ചാടി നോക്കാം. നാക്ക് പിടിച്ചിട്ടുണ്ട്. ആൻഡ് വാ മോനെ വാ. ശരി 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 ശരി. ഓ ഭാഗ്യം, ജസ്റ്റ് മിസ് മോനെ, ജസ്റ്റ് മിസ്. ഓ ഇത് ചേടാ എനിക്കിത് പറ്റില്ല എന്നടിക്കാൻ എനിക്ക് തോന്നുന്നു. ഞാൻ പോവാ, എനിക്കിത് പറ്റില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ പാർട്ടിയുടെ അടുത്ത് പോയി നോക്കാം. പാർട്ടിയില്ലേ നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ടി വിത്തൗട്ട് മീ അവിടെ നിന്നൊരു ഗേറ്റ് വിളിക്കാൻ പറ്റുമോ എനിക്ക്? ഹലോ വിടറാ, ഇപ്പം നിങ്ങൾ സ്പീഡായി. കോമഡി ഒട്ട് ഇഷ്ടമായില്ലെങ്കിലും ഉണ്ടല്ലോ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനിപ്പോൾ ശരിക്കും ഞാൻ കോമഡി ആക്കുവാണെങ്കിൽ കുറച്ച് നന്നാവുന്ന എഴുതിയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ എനിക്കിപ്പോൾ തോന്നുന്ന പോലെ ഒട്ടും കൊള്ളാത്ത പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കളിക്കുന്നില്ല. എടാ ഞാൻ കത്തി. ഒന്നും സംഭവിച്ചില്ലല്ലോ. താഴെ വീണിട്ടും പോലെ ഇവന്മാർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. എൻ്റെ മണ്ടയ്ക്കകത്തോടെ പോകും. എൻ്റെ മണ്ടയ്ക്കകത്തോട് പോയിട്ട് ഡാ അവിടെ ലാമ്പ് വെച്ചിട്ടുണ്ട്. ലാമ്പ് കാശ് ഇവിടെ എന്താടാ? ഇവിടെ സൗണ്ട് മാറും, പക്ഷെ ഇവിടെ നിന്ന് മാറും. എന്താ എഴുതിയത്? നിങ്ങൾ കളിക്കാത്ത ഇതെന്താ എഴുതിയെന്ന് പറയുന്നത് കേട്ടോ. 5 5 5 5 എനിക്കൊന്ന് ആടിന് എഴുതുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരെണ്ണത്തിന് എഴുതാം. 1 2 3 4 5. ഒന്നും സംഭവിച്ചില്ല. 1 7 2 3 4. നമ്മൾ ഞാൻ നിൽക്കുകയാണെങ്കിൽ 3 മാത്രമേ കിട്ടുള്ളൂ. കുറച്ചുകൂടി നടുക്ക് കുറച്ചുകൂടിയും അതെന്താടാ ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്? മണ്ടയ്ക്കകത്ത് നോക്കുക. എന്താടാ പറക്കുന്നടാ ഇത്. ബ്ലഡ് ഫോർ ദ ബ്ലഡ് ഗുഡ്. എടാ 2 കൊമ്പടാ എനിക്ക്. കിരീടം 2 കൊമ്പ്. ഞാൻ ബ്ലഡ് ഗുഡാടാ. പൗൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആട് വരുമല്ലോ. ആടല്ല, നമ്മളെ ഫോളോ ചെയ്ത് വരും. അപ്പോൾ പാർട്ടിയുടെ അടുത്ത് പോയാലോ? ഇപ്പൊ സൗണ്ട് മതി. പാർട്ടിയുടെ അടുത്ത് നമുക്ക് പോട്ടെ. ഞാൻ
ഇത് നോക്കിയാണോ സൗണ്ട് പോലെ എവിടെയാ നോക്കിയതാ എടാ പാറൊക്കെ എടുക്കോ ഇവിടെ മനുഷ്യന്മാരും കൂടി എടാ ഇത് വെയിറ്റ് ചെയ്യണവരില്ലല്ലോ ഞാൻ പോയി കാറല്ലോ പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പറക്കാൻ പറ്റുമോ പറയാൻ നേരത്തന്നെ പറക്കൂല അപ്പോൾ ഞാൻ പറയുന്നു ഇപ്പോൾ പറക്കണ്ട ചേടാ ഞാൻ പറയും നോക്കി നോർമലാണ് ആ ഇത് പറക്കും ഹലോ ഗായ്സ് എത്ര നാളായി കണ്ടിട്ടേ നമ്മള് പൗളിക്കകത്ത് ഞാൻ ഒരിക്കലും വരില്ലാന്ന് എനിക്ക് തോന്നുന്നു എടാ ഞാൻ എന്താണൊക്കെ സംഭവിച്ചത് ആ ഞാൻ ഇതുവരെ ഇത് പിടിച്ചിട്ടില്ല ഞാനിത് ഉറപ്പായിട്ട് പിടിക്കും അതായത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഞാനിത് ഉറപ്പായിട്ട് പിടിക്കും ഞാൻ തോന്നുന്നു പറഞ്ഞു ലൈക്കും സബ്സ്ക്രൈബും ബോംബാണെങ്കിലും അപ്പോൾ ഞാൻ ഇന്ന് മണ്ടയ്ക്കകത്തോട്ട് കയറിയിട്ടുണ്ട് ജമ്പ് ഓവറിൻ്റെ കാറില്ല കൂടെ ചേട്ടാ എനിക്കൊന്നും അറിയില്ല ഞാനിപ്പോൾ ഇതാദ്യമായിട്ടാ റീച്ച് ഫോർത്ത് സ്റ്റാർ നോക്കിയത് എന്താ പറയുന്നത് ഞാൻ കേട്ടോ ഞാനല്ലേ ചെയ്തത് ഇത് തന്നെയാണോ ചെയ്യുന്നത് എന്താ ഫോണിൻ്റെ കുഴപ്പമാണോ എനിക്ക് തോന്നുന്നത് ഓഫായി പിന്നെ മണ്ടൊക്കെ കയറാത്ത ബാക്കി എടാ ഫോണിൻ്റെ ഇടയിൽ കയറിയടാ ഇത് ചെറിയൊരു സിറ്റിയായി സത്യം അയ്യേ ഒരു ചെറിയ സിറ്റികളാണ് നോർമൽ ഈ ഒരു കോഴ്സിലേക്ക് ഓരോ മൂടുകളുണ്ട് എനിക്ക് മനസ്സിലാവില്ല ഓരോടി എനിക്ക് ഗോഡ് സിമുലേറ്റർ കുറച്ച് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ബോറടിക്കുന്ന പോലെയാണ് എനിക്ക് പക്ഷേ ഈ ഗോഡ് സിമുലേറ്റർ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അതുകൊണ്ട് വേറൊരു ഗെയിമുമായിട്ട് ഞാൻ തിരുമ്പി വരുന്ന കേട്ടോ അതുകൊണ്ട് പീസ് ഔട്ട് അതുകൊണ്ട് പറയാം പീസ് ഔട്ട്